റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് ഇന്ത്യൻ വംശജനായ സുനിൽ അമൃതിന്റെ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് അർഹമായി. ലോകത്തിലെ മികച്ച കഥേതര കൃതിക്ക് നൽകുന്ന ഈ പുരസ്കാരത്തിന് 25,000 പൗണ്ടാണ് സമ്മാനത്തുക. ലണ്ടനിലെ ബ്രിട്ടീഷ് അക്കാദമിയിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം പ്രഖ്യാപിക്കുകയും അമൃതിന് സമ്മാനിക്കുകയും ചെയ്തത്. അമേരിക്കയിലെ യേൽ സർവകലാശാലയിലെ ചരിത്രാധ്യാപകനായ അമൃതിന്റെ ഈ കൃതി കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും പശ്ചാത്തലത്തിൽ നിർബന്ധമായും വായിക്കേണ്ടതാണെന്ന് ജൂറി വിലയിരുത്തി. മനുഷ്യ ചരിത്രവും പരിസ്ഥിതിയുമായുള്ള ബന്ധം ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കൃതിയാണ് ബേണിംഗ് എർത്ത്. പരിസ്ഥിതിയും മനുഷ്യനും നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിശദമായി പ്രതിപാദിക്കുന്നതായും രണ്ടും പരസ്പരം വേർതിരിക്കാനാകാത്ത ഘടകങ്ങളാണെന്നും ജൂറി അധ്യക്ഷയും ബ്രിട്ടീഷ് ചരിത്രകാരിയുമായ പ്രൊഫസർ റബേക്ക എർലി ചൂണ്ടിക്കാട്ടി. വിസ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി പണ്ഡിതയും സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിലെ പ്രൊഫസർ എമറിറ്റ്സുമായ ഫ്രാൻസിസ് കെ ഒർസീനെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചയച്ചു. തിങ്കളാഴ്ച ഹോങ്കോങ്ങിൽ നിന്നെത്തിയ ഉടൻ തന്നെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഇവരെ തിരിച്ചയച്ചത്. 2025 മാർച്ച് മുതൽ വിസ നിയമലംഘനങ്ങളുടെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഒർസീനി ടൂറിസ്റ്റ് വിസയിലാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ടൂറിസ്റ്റ് വിസയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദമില്ലെന്നും ഈ നിബന്ധനകൾ ലംഘിച്ചതിനാലാണ് തിരിച്ചയച്ചതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇത്തരത്തിൽ വിസ നിബന്ധനകൾ ലംഘിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് ആഗോളതലത്തിൽ സാധാരണ നടപടിയാണെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. പണപ്പെരുപ്പ് നിരക്ക് 3.8% തുടരുകയും ഭക്ഷ്യവസ്തുക്കളുടെ വില കൂടുകയും ചെയ്തതോടെ പലിശ നിരക്കുകൾ കുറയ്ക്കാതെ നിർത്തുകയായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. അടിസ്ഥാന പലിശ നിരക്കുകൾ 4% നിലനിന്നതോടെ മോർഗേജ് വിപണി ആശങ്കയിലായി. എന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പലിശ നിരക്ക് താഴ്ന്നേക്കാമെന്ന വാർത്ത പുറത്തുവരികയാണ്. അതിന് ബലമേകി രണ്ട് പ്രധാന ബാങ്കുകൾ മോർഗേജ് നിരക്കുകൾ കുറച്ചു. ചില ഫിക്സഡ് റേറ്റ് മോർഗേജ് ഡീലുകളുടെ നിരക്കുകൾ കുറയ്ക്കുമെന്നാണ് ഇന്നലെ HSBയും ബാർക്ലെയ്സും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്നതും പരിഗണനയിലെത്തി. പല വിദഗ്ധരും പ്രവചിക്കുന്നത് ഈ വർഷം തന്നെ പലിശ നിരക്കിൽ വീണ്ടും കുറവ് വരുത്തുമെന്നാണ്. നേരത്തെ 2026 ആകുന്നതുവരെ ഈ പലിശ നിരക്ക് കുറയുന്നില്ല എന്നതായിരുന്നു പ്രവചനം. അടിസ്ഥാന നിരക്കിൽ കുറവ് വന്നാൽ മോർഗേജ് നിരക്കിലും കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കാം. നിലവിലെ മോർഗേജ് നിരക്ക് ശരാശരി 5%. പ്രിൻസ് ഹാരിയുടെ അടുത്തിടെ നടന്ന UK സന്ദർശനം വൻ വിജയമായിരുന്നു. ഇതിന് പിന്നാലെ ഇരുവരും അകലാനുള്ള സാധ്യതയുണ്ടെന്ന വാർത്തകളും പുറത്തുവന്നു. ഹാരി നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ആലോചനയിലാണെന്നും എന്നാൽ ഭാര്യ മെഗൻ മാർക്കിളിന് അതിൽ യാതൊരു താല്പര്യവുമില്ലെന്നുമാണ് സൂചന. UK തിരിച്ചു വരുവാനുള്ള ആശയം മെഗനെ അത്യന്തം അസ്വസ്ഥയാക്കി. ഇതുമൂലം ഇരുവരുടെയും ബന്ധത്തിൽ വൻ സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഡാർ ഓൺലൈൻ റിപ്പോർട്ട് അനുസരിച്ച് ബക്കിംഗ്ഹാം കൊട്ടാരം ഇതിനകം തന്നെ സെപ്പറേഷൻ പ്ലാൻ തയ്യാറാക്കി തുടങ്ങിയതായി പറയുന്നു. ഹാരി UK മടങ്ങാൻ ആഗ്രഹിക്കുന്നതിനാൽ US തുടരാൻ ആഗ്രഹിക്കുന്ന മെഗാനുമായുള്ള ഈ അഭിപ്രായ വ്യത്യാസം രാജകുടുംബത്തിനും തലവേദനയായി മാറിയെന്നാണ് വിവരം. കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ ഒരു ഗോൾഡൻ ഹാൻഡ് ഷേക്ക് തരത്തിലുള്ള ധാരണാപത്രം തയ്യാറാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. പരസ്യചിത്ര രംഗത്തെ അതികായൻ പീയൂഷ് പാണ്ഡെ അന്തരിച്ചു. കാഡ്ബറി, ഏഷ്യൻ പെയിന്റ്സ്, ഫെവിക്കോൾ തുടങ്ങിയ പാണ്ഡെ ഒരുക്കിയ പരസ്യങ്ങൾ ക്ലാസിക്കുകളായാണ് വിലയിരുത്തപ്പെടുന്നത്. 2016 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. രാജ്യാന്തര പരസ്യ കമ്പനിയായ ഒഗിൽവിയുടെ ചീഫ് ക്രിയേറ്റീവ് ഓഫീസർ, വേൾഡ് വൈഡ് ഒഗിൽവി ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ടായിരുന്നു. 1955 സെപ്റ്റംബർ 5 ജയ്പൂരിൽ ജനിച്ച പീയൂഷ് പാണ്ഡെ ജയ്പൂർ സെന്റ് സേവിയേഴ്സ് സ്കൂളിലും ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലും പഠനത്തിനു ശേഷം പ്രമുഖ പരസ്യ കമ്പനിയായ ഒഗിൽവിയിൽ ക്ലയന്റ് സർവീസ് എക്സിക്യൂട്ടീവായി ജോലിക്ക് ചേർന്നു. അദ്ദേഹം എഴുതിയ ആദ്യ പരസ്യം സൺലൈറ്റ് ഡിറ്റർജന്റിന് വേണ്ടിയായിരുന്നു. പിന്നീട് ലൂണ മോപ്പാഡ്, ഫെവിക്കോൾ, കാഡ്ബറി, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയും പരസ്യങ്ങൾ ഒരുക്കി. അന്തരിച്ച പീയൂഷ് പാണ്ഡെയ്ക്ക് റേഡിയോ ലൈവിന്റെ ആദരാഞ്ജലികൾ. കണ്ണൂരിൽ ഹൈദരാബാദ് ബംഗളൂരു ദേശീയപാതയിൽ ബസ്സിന് തീപിടിച്ചത് ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. 41 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 20 മരണം സ്ഥിരീകരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെയാണ് ബസ് ബൈക്കിൽ ഇടിച്ചത്. ബൈക്കിന്റെ ഇന്ധന ടാങ്ക് പൊട്ടി ബസിന്റെ ഇന്ധന ടാങ്കിലേക്ക് തീ പടരുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മരണസംഖ്യ ഉയരാനിടയുണ്ടെന്ന് അധികൃതർ പറയുന്നു. ബൈക്ക് യാത്രികനും അപകടത്തിൽ മരിച്ചു. ബസ് പൂർണ്ണമായും കത്തി. മിക്ക യാത്രികരും ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപകടം നടന്നത്. റോഡ് ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും 41 പേർ മരിച്ച കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി പ്രചരണത്തിന് ഹെലികോപ്റ്റർ വാങ്ങാൻ തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് നീക്കം തുടങ്ങി. ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയിൽ നിന്നും 4 ഹെലികോപ്റ്ററുകളാണ് വാങ്ങുന്നത്. സമ്മേളന വേദിക്ക് സമീപം ഹെലിപാഡ് തയ്യാറാക്കും. സമ്മേളനം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പ് മാത്രമേ വിജയ് എത്തൂ. മുൻ മുഖ്യമന്ത്രി ജയലളിത നേരത്തെ ഹെലികോപ്റ്ററുകളിൽ പര്യടനം നടത്തിയത് വിജയമായിരുന്നു. എന്നാൽ ഹെലികോപ്റ്റർ വരുന്നതോടെ നടനും ജനങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിക്കുമെന്ന ആശങ്കയും ചില പാർട്ടി നേതാക്കൾക്കുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായക കണ്ടെത്തലുമായി പ്രത്യേക സംഘം.
ചെന്നൈയിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ആയിട്ടുള്ള ഗോവർദ്ധന് വിറ്റുവെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗോവർദ്ധൻ SITക്കും മൊഴി നൽകി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റുവെന്നാണ് ഗോവർദ്ധന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്തിയതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ബംഗളൂരുവിലേക്ക് പോയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ ഇത് സംബന്ധിച്ച് സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി SP ശശിധരൻ ചോദ്യം ചെയ്തത്. ഇനി കായിക വാർത്തകൾ. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഫ്രഞ്ച് ക്ലബ് PSG ഗോളടിമേളം. ഇന്നലെ പുലർച്ചെ നടന്ന മത്സരത്തിൽ ജർമ്മൻ ക്ലബ് ബയർ ലെവർക്യൂസനെ 7-2 നിലവിലെ ചാമ്പ്യന്മാരായ PSG തോൽപ്പിച്ചത്. ഡിസിറെ ഡുവേ, വിലിയാൻ പാച്ചോ, കീച്ച ക്രാരറ്റ്, സൊഹലിയ, ന്യൂനോ മെൻഡസ്, ഉസ്മാൻ ഡെംബെലെ, വിറ്റിനിയ എന്നിവരാണ് PSG ലക്ഷ്യം കണ്ടത്. മറ്റു പ്രധാന മത്സരങ്ങളിൽ ബാർസിലോണ 6-1 ഒളിമ്പിയാക്കോസിനെയും ന്യൂകാസിൽ 3-0 ബെൻഫിക്കയെയും PSV ഐന്തോവൻ 6-2 നാപ്പോളിയെയും മാഞ്ചസ്റ്റർ സിറ്റി 2-0 വിയാറയലിനെയും ആർസണൽ 4-0 അത്ലറ്റിക്കോ മാഡ്രിഡിനെയും തോൽപ്പിച്ചു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.83 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.